നമ്മളിപ്പോ എവിടെയാ കാണിക്കുന്നത്? നമ്മൾ ട്രിപ്പിൾ ഫാൾസിലേക്കും ലിറ്റിൽ ഏറി ഫാൾസിലേക്കും ഇതിലേക്കാണ് പോണത്. ട്രിപ്പിൾ ഫാൾസിലേക്ക് ആണെങ്കിൽ 2 കിലോമീറ്റർ ഉണ്ട്, ലിറ്റിൽ ഏറി ഫാൾസിലേക്ക് ആണെങ്കിൽ 2.5 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ. നമ്മൾ ഗ്രേറ്റ് ഓഷ്യൻ പോണ വഴിയുള്ള 2 വാട്ടർഫാൾസിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഒരു കാട്, ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു 2.5 കിലോമീറ്റർ നടക്കാനുണ്ട്. നടക്കണ പാത്തൊക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആരെയും കാണാനൊന്നുമില്ല, പക്ഷെ നല്ല എക്കോ ഉണ്ട്. അപ്പോൾ ദൂരത്തുനിന്ന് തന്നെ വെള്ളത്തിൻ്റെ ആ വാട്ടർഫാളിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാനുണ്ട്. വളരെ പീസ്ഫുള്ളായിട്ട് ഹൈക്കിങ്ങും വാക്കിങ്ങും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. ഞങ്ങൾ ഈ ട്രിപ്പ് മൊത്തം ഒരു 14 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. 2 ആൾക്കും നടക്കാൻ നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ അതൊരു വിഷയമായിരുന്നില്ല. എത്തി. അങ്ങനെ നമ്മൾ 2 കിലോമീറ്റർ നടന്നതിന് ശേഷം ട്രിപ്പിൾ ഫാൾസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിന്റെ താഴേക്ക് ആൾക്കാർ താഴേക്ക് ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ കുറച്ച് പിള്ളേരെ ചില്ലടിച്ചിരിക്കുന്നു. അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാൻ വേണ്ടി പോന്നു. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ, ഓട്ട്വേ ട്രീ ടോപ്പ്. ഓട്ട്വേ ട്രീ ടോപ്പ് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ ഹൈറ്റ് 50 മീറ്റേഴ്സാണ്. ഒരു സ്പൈറൽ സെൻട്രൽ ടവർ ഉണ്ട്, അത് കൂടി കൂട്ടിയിട്ട് 50 മീറ്റേഴ്സ് ഹൈറ്റാണ്. അതൊരു ട്രീയുടെ ടോപ്പിലേറെ എത്തിയിട്ട് ഒരു വ്യൂ പോയിൻ്റാണ് അവിടെ. ആ സ്പൈറലിൽ ഒഴിച്ചു കഴിഞ്ഞാൽ 45 മീറ്റേഴ്സാണ്. അപ്പോൾ അതുവരെ കുറേ എലിവേറ്റഡ് വാക്സ് ആണുള്ളത്. ഒരു 25 to 30 മീറ്റേഴ്സ് ഹൈയിലുള്ള എലിവേറ്റഡ് വാക്സ് ആണുള്ളത്. താഴെ മൊത്തം ഫേൺസാ. അത്ര താഴെ ഉണ്ട്. ഫയർഫോഴ്സ് വരും. ഇവിടെ ചില ഭാഗത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ മരങ്ങളുടെ പ്രത്യേകതയും ഈ ഫേൺസിൻ്റെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു മെറ്റൽ ഷീറ്റ് പോലെയുള്ളത് കൂടെ കുറേ ഇങ്ങനെ നടക്കാനുണ്ട്. നടക്കുന്തോറും ഇങ്ങനെ ഹൈറ്റ് കൂടിക്കൂടി വരുന്ന പോലെ നമുക്ക് തോന്നും. അതാണ് നമ്മുടെ സെൻട്രൽ ടവർ. ഈ സെൻട്രൽ ടവറിൽ നിന്ന് കുറേ കണക്ഷൻ ഉണ്ട്. ഒന്ന് താഴത്തേക്ക്, പിന്നെ നമ്മൾ വന്ന വഴി നമുക്ക് ഇറങ്ങണ ഈ വഴി പോയേക്കാം. ഇനി ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ പോയിന്റ്. നമുക്ക് ഈ വ്യൂ പോയിന്റിലൊന്ന് പോയേക്കാം. പ്രത്യേകിച്ചൊന്നും ഇല്ല, ഒരു മുക്കിൽ പോയി നിൽക്കുന്നുണ്ട്. ഇതൊരു ക്യാൻഡിലിവർ ബീമാണ് കേട്ടോ. ക്യാൻഡിലിവർ ബീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ സപ്പോർട്ടും ഉണ്ടായിരിക്കും, മറ്റേ സൈഡ് ഫ്രീ എൻഡ് ആയിരിക്കും. അപ്പോൾ ഈ സപ്പോർട്ടഡ് എൻഡിലായിരിക്കും ഇതിൻ്റെ മൊത്തം ലോഡ് ബിയറിങ് വരിക. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഇവിടുത്തെ ട്രീസിൻ്റെ ഹൈറ്റ് ഏകദേശം ഒരു പിടുത്തം കിട്ടിയില്ലേ. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊരു സ്പൈറൽ സെൻട്രൽ ടവറിലേക്ക് കയറാം.
കയറിക്കോ. അപ്പോൾ നമ്മളിത് ടോപ്പിലെത്തിയിരിക്കുകയാണ്. പക്ഷെ അവിടെ എത്തുമ്പോൾ വലിയ പേടിയൊന്നുമില്ല. നല്ല ഹൈറ്റിലാണ്, പക്ഷെ അത്ര പേടിയൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ ഒരു വൈബ്രേഷനും ഒരു ഇളക്കവും ഉണ്ട് ആൾക്കാരെ കയറുമ്പോഴാണ് ഇറങ്ങുമ്പോഴും അത്ര സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു സാധനമല്ല. അതാണ് എനിക്ക് പേടിയുള്ളത്. ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നു എപ്പോഴും ചെറുതായി. അങ്ങനെ സെൻട്രൽ ടവറിലും കുറച്ച് നേരം നിന്നിട്ട് താഴത്തേക്ക് നടന്നു. ഇതിൻ്റെ മെയിൻ രസം നടത്തം ആസ്വദിക്കൽ തന്നെയാണ് കേട്ടോ. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും കൂടി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവർ ബഗ്ഗി ഷെൽട്ടേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ബഗ്ഗി എടുത്തു കഴിഞ്ഞാൽ വേറൊരു റൂട്ടിൽ കൂടെ ആ സ്പൈറൽ ടവറിൻ്റെ അടുത്ത് വരെ അവർ കൊണ്ടാക്കി തരും. പുറത്തിറങ്ങുമ്പോൾ തന്നെ റെസ്റ്റോറൻറ്റും കുറച്ച് കഫേസൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കലായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് പാരൻസും കുട്ടികളൊക്കെ കുറച്ച് ഗെയിം കളിക്കുന്നുണ്ട്. ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും തുടർന്നു നമ്മുടെ യാത്ര. ഗ്രേറ്റ് ഓഷ്യൻ വഴി തന്നെയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഗ്രേറ്റ് ഓഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ ഓഷ്യൻ്റെ പാരലായിട്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ മൗണ്ടെയിൻസും ഒരു സൈഡിൽ ഓഷ്യൻസും. ഇതിൻ്റെ ഈ ലോങ് ഡ്രൈവിനെയാണ് ഗ്രേറ്റ് ഓഷ്യൻ ലോങ് ഡ്രൈവ് എന്ന് എല്ലാവരും പറയുന്നത്. ഈ എൻട്രി പോയിൻറ്റ്സിൽ തന്നെ കുറേ ടൂറിസ്റ്റ് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട് കണ്ടു. ഞങ്ങളും വണ്ടി സൈഡാക്കിയിട്ട് ഇവിടെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് ആൾക്കാർ ഇവിടെയൊക്കെ നിന്ന് ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര ശാന്തതയും സമാധാനമുള്ള സ്ഥലം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഞങ്ങളിനി കുറച്ച് പേഴ്സണൽ ബീച്ച് ടൈം എടുക്കട്ടെ. വീണ്ടും കാണാം. ബൈ, സീ യു സൂൺ.